അപ്പം എല്ലാവർക്കും ഒരു ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും ഡേ ഇൻ മൈ ലൈഫൊക്കെ അല്ലേ, ക്രാഫ്റ്റും ഒക്കെ ട്രാവലിങ്. ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗ് കാണാം. അപ്പം സമയം ചോറൊക്കെ കഴിച്ച് ഉച്ചയൊക്കെ കഴിയാറായി, വൈകുന്നേരം വരാറായിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഭയങ്കര ചിത്രകാരിയാവുകയാണ്. എൻ്റെ കല ഞാൻ വരയ്ക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ചിത്രത്തിൽ വലിയ കലയൊന്നുമില്ല. ഞാനൊരു ക്യാരക്ടറിനെയാണ് വരയ്ക്കുന്നത്. ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി കാണും. ഡോറയാണ് ഞാൻ വരയ്ക്കുന്നത്. എനിക്ക് ഡോറ ഇഷ്ടമല്ല. പിന്നെ ഡ്രോയിങ് സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഡോറയെ വരയ്ക്കുന്നത്. ഡ്രോയിങ് സാറ് പറഞ്ഞു ഡോറയൊക്കെ വരച്ച് നല്ല രീതിയിൽ പഠിച്ചു, നല്ല രസമായിരിക്കും, ചെറിയ കാര്യത്തിൽ നിന്നാണ് വലിയ മനുഷ്യന്മാരെ വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വരയ്ക്കാതിരിക്കാൻ തോന്നിയില്ല. എനിക്ക് ഡോറ ഇഷ്ടമല്ല. കാരണം എന്തിനെങ്കിലും ഒരു സംഭവത്തിന് മുമ്പിൽ പോയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങനത്തെ ഒരു വലിച്ച ഡയലോഗുണ്ട്. എനിക്കത് ഇഷ്ടമേ അല്ല. കുഞ്ഞിനെ ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ തർക്കത്തിനും പറയും. പിന്നീട് എൻ്റെ ബ്ലാക്ക് സ്കെച്ചില്ല, അതിന് പകരം ഞാൻ ഡാർക്കായിട്ടുള്ളത് വെച്ച് ഹൈലൈറ്റ് ചെയ്താണ് ഞാനിവിടെ ഒപ്പിക്കുന്നത്. എൻ്റെ ഡോറ ഞാൻ സ്കെച്ച് ചെയ്ത് ഫൈനലി കഴിഞ്ഞു. ഇതിൻ്റെ ഡ്രോയിങ് ബുക്കാണ്, സ്കൂളിലെയാണ്. ടണ്ടടാ എൻ്റെ ഡോറ കണ്ടില്ലേ? എൻ്റെ ഡോറ. ഞാൻ ഡോറയുടെ കൈ വയ്ക്കാനായിട്ട് സാറ് പഠിപ്പിച്ച് തന്നെ മുഖം വരച്ചപ്പോൾ കറക്റ്റ് ഷേപ്പായില്ല. അപ്പം ഞാൻ വെട്ടിക്കൂട്ടണ്ടെന്ന് വിചാരിച്ച് അവിടെ ഇട്ടു. പിന്നെ ഞാനിവിടെ പെൻസിൽ വെച്ച് നമ്മൾ വരച്ചെടുത്ത് ഈ സ്കിൻ കളർ അടിക്കുമ്പോൾ അത് ഡാർക്കാവും. അപ്പോൾ ആ ഡാർക്ക്നെസ് മാറ്റാൻ കുറേ നേരം നമ്മൾ അടിക്കണം. ഇങ്ങനെ അടിച്ചടിച്ചെടുത്ത് പോവാം. സാധനം ഞാൻ ഡോറെ വരച്ചു. ഞാൻ എൻ്റെ ആദ്യത്തെ പടങ്ങൾ ഫുള്ളും ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? ആദ്യം തന്നെ എൻ്റെ പേരും എൻ്റെ നാളുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. രണ്ടാമത് ഞാൻ ആദ്യമായിട്ട് വരച്ചൊരു ബ്യൂട്ടിഫുൾ പടമാണ്. അതിലൊരു ഗേളുണ്ട്, പക്ഷേ ഗേളിനെ എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല. പിന്നെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിന് എനിക്ക് കളർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അതൊരു പുഴയും കായലൊക്കെയാണ്. കണ്ടോ താമരയിൽ ഞാൻ ട്രൈ ചെയ്തത്, ഞാൻ റിയലി വരച്ചത് എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ തെങ്ങ് വരയ്ക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണ് ഫ്രണ്ട്സ്. ഇത് എൻ്റെ തവളകളാണ്, തവളക്കുട്ടൻ. ഇത് ചേട്ടൻ, ആ റെഡ് ചേട്ടൻ, യെല്ലോ അനിയൻ. ഇത് എൻ്റെ ഒരു അക്വേറിയമാണ്. ഓക്കെ, അറ്റ് ലാസ്റ്റ് ദിസ് ഈസ് മൈ എല്ലാം കൂടെ ചേർത്ത് ഒരു സീനറി, ഫിഷും എല്ലാം വരച്ചതെല്ലാം കൂടെ ചേർത്ത് വരച്ചത്. പിന്നെ ഞാൻ വെറുതെ ഇരുന്നപ്പോഴത്തേക്കിന് അപ്പുറത്തെ പേജ് കണ്ടോ, ബ്രൗൺ കളറായിട്ട് ഞാൻ എന്തെങ്ങാണ്ട് വരച്ച് വെച്ചാണ്. ഇത് പിന്നെ സാറ് പറഞ്ഞിട്ട് ഞാൻ ഇതും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ ഡോറയെ വരച്ചത് കണ്ടോ? എൻ്റെ അമ്മയെ എനിക്ക് ചിരിക്കാൻ വയ്യ. പിന്നീട് ഇത് എൻ്റെ ആനക്കുട്ടൻ. എൻ്റെ അനിയൻ്റെ പേരാണ് ഞാൻ എൻ്റെ ആനയ്ക്ക് ഇട്ടിട്ടുള്ളത്, ഇച്ചുക്കുട്ടൻ. എൻ്റെ അനിയൻ്റെ പേര് ഇച്ചു എന്നാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്ക് ഫുള്ളായി, ഉള്ളത് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. സോ കംപ്ലീറ്റ്, മിഷൻ കംപ്ലീറ്റ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം TV കാണാം. വരട്ടെ, എല്ലാം കൊണ്ട് വയ്ക്കാം. എല്ലാം കൊണ്ട് നമുക്ക് കൊണ്ട് വെച്ചിട്ട് വരാം. അല്ലെങ്കിൽ ചിലപ്പം ഇവിടെ വല്ലതും ഇരിക്കുമെങ്കിൽ ആരെങ്കിലും വെള്ളമൊക്കെ തട്ടി വയ്ക്കും, അത് ഒരു സീനായില്ലേ. ബുക്ക്, എൻ്റെ സ്കെച്ച്, പിന്നെ എൻ്റെ ഒരു കുഞ്ഞി പേന, അത് കൊണ്ടുവച്ചപ്പോഴാണ് ഡ്രോയർ ചെയ്ത സ്ലൈം ഇരിക്കുന്നത്. നമുക്കിനി സ്ലൈമിൽ കളിക്കാം. ഗൈസ്, ഞാൻ ഒരു മാസമായി തോന്നുന്നു കേട്ടോ ഡ്രോയർ കയറ്റി വെച്ച് തുടങ്ങിയിട്ട്. അതിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, വലിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. കയ്യിലെല്ലാം നല്ല അസലായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇനി എങ്ങനെ റെഡിയാക്കേണ്ടത് എന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്കിത് കാണാം, കണ്ടോ, കയ്യിലൊട്ടിപ്പിടിക്കുന്ന സ്ലൈം. സമയം 4:30 ആയി. കണ്ടോ, കയ്യിലൊട്ടിപ്പിടിക്കുന്നുണ്ടോ? ഈ പണ്ടാര സാധനം കയ്യിലൊട്ടിപ്പിടിച്ചാൽ പിന്നെ പോവില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അല്ല, ഈ സ്ലൈം നമ്മൾ ഒരു ദിവസം ഫുള്ള്, ഈ സ്ലൈമിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ പുറത്ത് വയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ വായു അടിച്ചതിന് ശേഷം ഇത് നല്ല കുഴഞ്ഞ് ഇതിൻ്റെ ആക്ടിവേറ്റർ വേറെയും ഇതിൻ്റെ സ്ലൈമിൻ്റെ രൂപം വേറെ ആയിട്ട് വെള്ളം പോലെ കെട്ടിക്കിടക്കും. സോ ഞാനും അനിയനും ഒരു ദിവസം 2 സ്ലൈം വെച്ച് കളിച്ചു. എനിക്കൊന്ന്, അവനിക്കൊന്ന്. അവസാനം എന്തായി, 2ഉം പളിപ്പോയി. പിന്നെ കാണാൻ ഇത്തിരി ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ തൊടാതെ വെച്ചിരിക്കുകയാണ്. കാരണം ഇത് തൊട്ട് 5 മിനിറ്റ് പോലും ഞാൻ എടുത്തിട്ടില്ല. അതിന് മുമ്പ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. തട്ടി കൊടുക്കുമ്പോൾ വീഴുന്നു. ഓറ്റമ്മോ, ക്രീം വീഴുന്ന പോലെ വീഴുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് അത്.
എല്ലാമൊക്കെ ഉണ്ടല്ലോ ആ സാധനം പോലെ ഉണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഗുണം എനിക്കുണ്ടായി ഗൈസ്. ഇവിടെ റോഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്ന സോ നിങ്ങൾക്ക് ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ കളയാൻ എൻ്റെ ശബ്ദവും എൻ്റെ ആക്ടിങ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, കണ്ടോ അവസാനം തട്ടി വെച്ചതിൻ്റെ ഗുണം ഇതാണ്. ബ്ലാ എന്ന് കൈ ഫുള്ളായി ബ്ലാ. എനിക്ക് ഇപ്പം അത് ആലോചിച്ചിട്ട് ബ്ലാ. നേരത്തെ ഞാൻ കുറേ കളിച്ചു, ഇപ്പം ഞാൻ ആലോചിച്ചിട്ട് ബ്ലാ വരുന്നു ബ്ലാ. എന്ന് ഞാൻ കൈ ഉരയ്ക്കുമ്പോൾ നമുക്കിത് ഇളകി കളിക്കും. എന്തൊക്കെ കഷ്ടപ്പാടാണിത്, കണ്ടില്ലേ? ഇത് ഓരോന്നായിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. അതിന് എനിക്ക് ഇത്തിരി റീച്ച് കുറവാണ്, സോ എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യ്. ഓക്കെ, എന്തുവാണിത് ഞാനിപ്പോൾ പറയുന്നത് ബ്ലാ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ആ സീന്. ഓക്കെ, വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാം കയ്യിൽ നിന്ന് അവസാനം കുത്തി ഇളക്കേണ്ടി വന്നു. ഹൗ ക്യാൻ ഐ ഡു? എന്നിട്ടും എനിക്ക് അഹങ്കാരത്തിനൊരു കുറവില്ല, ഞാൻ വീണ്ടും അതിട്ട് കുത്തുക. നല്ല രസമുണ്ട്, എന്നാലും കയ്യിലൊട്ടി പിടിക്കുമ്പം ഒരു ബ്ലാ ഫീലിംഗ്. എൻ്റെ മെയിൻ എനിക്ക് എത്രയോ വീഡിയോസ് എഡിറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. സോ നമ്മൾ സ്ലൈം ഞാൻ കുറച്ച് എടുത്ത് കളിക്കാമെന്ന് വിചാരിച്ചു. എന്താണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളെല്ലാം ചിന്തിക്കുമല്ലേ? ഇങ്ങനെ ചെയ്താൽ കട്ടിയാവുമെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് നേരം ടി വി കാണാം. ടിവിയുടെ സ്വിച്ച് വിടാണ്. നമുക്ക് കുറച്ച് നേരം ടി വി ആണ്, ഫാൻ ഇട്ടിട്ട് വരട്ടെ. ടി വി കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊരു കാര്യത്തിനും ടി വിയിൽ ശബ്ദം കേൾക്കണം കഴിച്ചു. അപ്പം ഞാൻ ടി വി ഇട്ടിട്ട് ഈ ഫോണിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഈ ഫോണിൽ എഡിറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. ഞാൻ ടി വി ഇടും, എന്നിട്ട് ഞാൻ ഈ ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്യും. എന്തൊക്കെയാണെന്നറിയാമോ എൻ്റെ പ്ലാൻ? പിന്നെ എനിക്ക് എപ്പോഴും ടി വി കാണുമ്പം ഈ ഒരു തലയണക്കുട്ടൻ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. സോ മച്ച് ഐ ലവ് ദിസ് തലയണ. ഞാൻ ഇങ്ങനെയാണ് ടി വി കാണുന്നത്. അബ്സല്യൂട്ട്ലി നന്നായിട്ടുണ്ട്. ഞാൻ കുളിച്ചിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ടാണ് തല കെട്ടാത്തത്. ഓക്കെ, ഈവനിങ് നമ്മൾ വീഡിയോ ഒക്കെ ഏകദേശം എഡിറ്റ് ചെയ്ത് വെച്ചു. നാളെ ഇനി വോയിസ് ഓവർ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ വടയാണ് കഴിക്കുന്നത്. നമുക്ക് ടി വിയും കൂടെ കണ്ട് വട കഴിക്കുക. വട നല്ല വട, ഉഴുന്ന് വട എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അവിടേക്ക് എന്താ പറയുന്നതെന്ന് ജസ്റ്റ് പിക്ക് കമൻറ്റ്. പിന്നെ കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ട്, നീ എന്താ കമൻറ്റ് ബോക്സ് ഓണാക്കാത്ത? നമ്മൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് ഓണാക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ചായയും കൂടെ കുടിച്ച് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അത്രേ ഉള്ളൂ. ടാറ്റാ.